ഇതാ SFI പ്രവർത്തകർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ചിത്രമുണ്ടായിരുന്ന ഫ്ലെക്സ് വലിച്ചു കീറുകയാണ്. ആ സർവകലാശാല സെനറ്റ് ഹാളിന് പുറത്ത് വലിയ സംഘർഷവും പ്രതിഷേധവും നടക്കുമ്പോഴും അകത്തെ പരിപാടികളിൽ മാറ്റമില്ല. ഗവർണർ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് പുറത്തുനിന്ന്. അലക്സ്, കുറെ പ്രവർത്തകരെ അവർ കസ്റ്റഡിയിലെടുത്തു, പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി പ്രവർത്തകർ, വനിതാ പ്രവർത്തകരടക്കം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഈ പ്രവർത്തകരെ, SFI പ്രവർത്തകരെ, നേതാക്കളെയും ഒന്നാകെ ആ ക്യാമ്പസിൽ നിന്ന് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണോ പോലീസിന്റേത്? അതായത് മുഴുവൻ SFI പ്രവർത്തകരെയും സർവകലാശാല കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കവും. പോലീസ് ശ്രമിക്കുന്നത് അതിനാണ്. പക്ഷേ SFI പ്രവർത്തകർ അതിന് വഴങ്ങുന്നില്ല. അവരുടെ പുറത്തേക്ക്, അതായത് നേരത്തെ വനിതാ പ്രവർത്തകരടക്കം കുറച്ച് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ മര്യാദയ്ക്ക് അങ്ങോട്ട് പോകും. നിങ്ങൾ അവരങ്ങ് പോകും. നിങ്ങൾ പോലീസുകാർ വല്ല പ്രശ്നം അത് മനസ്സിലാക്കിക്കോളും. അത് മനസ്സിലാക്കി സമരം ചെയ്യണം. ഇതിനകത്ത് SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് നീക്കുന്ന സാഹചര്യമുണ്ടായി. ആ വാഹനം പ്രധാനപ്പെട്ട കവാടത്തിന് പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രവർത്തകർ ഓടിയുന്ന ഗേറ്റ് അടയ്ക്കാനുള്ള ശ്രമം നടത്തി. പോലീസ് തടഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രവർത്തകരെ ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ പോലീസ് വീണ്ടും ശ്രമിച്ചത്. പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ചില പ്രവർത്തകർ ഈ പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡ്, ആ ചിത്രം, ഗവർണറുടെ ചിത്രമടക്കിയ ഫ്ലെക്സ് ബോർഡ് പുറത്തുണ്ടായിരുന്നു. പത്മനാഭ സ്വാമി സമിതിയുടെ ഈ ഫ്ലെക്സ് ബോർഡാണ്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് ബോർഡാണ് പുറത്തുണ്ടായിരുന്നത്. ആ ഫ്ലെക്സ് ബോർഡാണ് പ്രവർത്തകർ വലിച്ചു കീറുന്നത് കണ്ടത്. ഈ പ്രവർത്തകർ ഇപ്പോഴും പോലീസുമായി തർക്കിക്കുന്നുണ്ട്, വാക്കേറ്റം നടത്തുന്നുണ്ട്. അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നത് സമാധാനപരമായി അവർ നടത്തിയ സമരമാണ്, അത് പ്രതിഷേധമാണ്. ഇത്തരത്തിൽ ഭരണഘടനാ ലംഘനമാണ് സർവകലാശാലയ്ക്കുള്ളിൽ നടക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഒരിടത്ത് അതിന്റെ ആസ്ഥാനത്ത് ഇത്തരത്തിൽ വൽക്കരിക്കാനുള്ള ഒരു ശ്രമം അത് അനുവദിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. രാജ്ഭവൻ യോഗം ചേർന്നാണ് ആ തീരുമാനമെടുത്തത്. പക്ഷേ വാർത്തകളും അത് വലിയ രീതിയിൽ വിവാദമാവുകയും മാത്രമല്ല ഈ സംഘാടകരും പ്രവർത്തകരടക്കം ഈ സെനറ്റ് ഹാളിൽ ഒരു വലിയ സംഘം പ്രവർത്തകരെ പോലീസ് ഈ ക്യാമ്പസിന്റെ ഗേറ്റിന് പുറത്തേക്കാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ നിന്ന് വീണ്ടും അവർ പോലീസുമായ ഒരു ബലപ്രയോഗത്തിലൂടെ തന്നെ അകത്തേക്ക് കയറുകയാണ്. നേതാക്കളുടെ മുൻനിരയിൽ നേതാക്കളുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരാണ് പോലീസുമായി തർക്കിക്കുന്നത്, അവരുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അങ്ങനെ ഈ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിന് പുറത്ത് തന്നെ പ്രതിഷേധിക്കുമെന്ന നിലപാടിൽ തന്നെ SFI നിൽക്കുന്നു. അകത്ത് ഗവർണറും പരിപാടിയുടെ സംഘാടകരും കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ തന്നെ പുഷ്പാർച്ചന നടത്തിയ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കേറ്റവും തർക്കവും സംഘർഷവുമാണ് കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറിലേറെയായി അവിടെ ഉന്തും തള്ളും തുടരുകയാണ് പലയിടങ്ങളിലായി. ഇതിനിടയിൽ KSU പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കി. എന്നിട്ടും പ്രതിഷേധം തീരുന്നില്ല. ഈ സർവകലാശാല ക്യാമ്പസിന് പുറത്തേക്ക് അവരെ തള്ളി നീക്കാൻ ശ്രമിച്ച പോലീസിനെ ചെറുത്തുകൊണ്ട് വീണ്ടും ക്യാമ്പസിനകത്തേക്ക് തന്നെ പ്രവേശിച്ചിരിക്കുകയാണ് ആ പ്രവർത്തകർ. അലക്സ്, വീണ്ടും ക്യാമ്പസിനകത്തേക്ക് കൂടുതൽ പ്രവർത്തകർ കയറുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, അതായത് പോലീസിനെതിരെയുള്ള മുദ്രാവാക്യം വിളി വേണ്ട എന്ന് നേതാക്കൾ SFI പ്രവർത്തകരോട് നിർദ്ദേശിക്കുന്നത് കാണുന്നു. പ്രധാനപ്പെട്ട കാര്യം അവരുടെ തീരുമാനം, SFI പ്രവർത്തകരുടെ തീരുമാനം, അവർ ഈ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ ഗവർണറെ തടയാനുള്ള തീരുമാനം SFI സംഘടനാപരമായി കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഗവർണർ അവിടെ നിന്ന് പുറത്തേക്ക് പോവില്ല എന്ന തീരുമാനം അവർ സംഘടനാപരമായി കൈക്കൊണ്ടെന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അത് പോലീസ് വീണ്ടും അവർ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിനവർ വഴങ്ങുന്നില്ല. ഈ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. അവർ നീങ്ങില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ ഈ പരിപാടി റദ്ദ് ചെയ്തു എന്നുള്ളതാണ് SFI പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഗവർണർ ഇവിടേക്ക് എത്തുകയായിരുന്നു. ഗവർണർ രണ്ടാമത് രാജ്ഭവൻ യോഗം ചേർന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നത്